ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, സഭ നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള തിരുവചന ഭാഗം. ഈശോ പത്രോസിൻ്റെ ഭവനത്തിൽ. ഈശോ കടന്നു ചെന്ന ചുരുക്കം ചില ഭവനങ്ങളിൽ ഒന്നാണ് പത്രോസിൻ്റെ ഭവനം. അവിടെ പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നു. ഈശോയുടെ സാന്നിധ്യം ആ ഭവനത്തിന് അനുഗ്രഹമാകുന്നു. എല്ലാ രോഗങ്ങളും വിട്ടുമാറുന്നു. അതുകൊണ്ട് ഒരുപാട് പേര് രോഗികളെയും കൊണ്ട് ആ ഭവനത്തിലേക്ക് വരുന്നു. അശുദ്ധാത്മാക്കൾ പോലും ദൈവപുത്രനാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഇടം അനുഗ്രഹമാക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ഭവനത്തിലേക്ക് എന്നെങ്കിലും ഈശോ കടന്നു വരുമോ? നമ്മുടെ പ്രാർത്ഥനാ കർമ്മങ്ങളും നിരന്തരമുള്ള കുരിശുവരചനയും ദൈനംദിന മറ്റു പ്രാർത്ഥനകളുമൊക്കെ ഹൃദയം കൊണ്ട് അർപ്പിക്കുമ്പോൾ അവിടേക്ക് ഈശോ കടന്നു വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എത്രമാത്രം അർത്ഥവത്താണ്, എത്ര ആത്മീയതയിലാണ് നമ്മളൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ ചെയ്തു കൂട്ടുക. ആത്മാർത്ഥമാണെങ്കിൽ മാത്രമാണ് കേട്ടോ അവിടെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവുക. എൻ്റെ ഭവനത്തിലേക്ക് ഈശോ ഒന്ന് കടന്നു വന്നിരുന്നെങ്കിൽ എനിക്ക് എന്തുമാത്രം കൃപ ലഭ്യമാകുമായിരുന്നു. ഇന്നെൻ്റെ ഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് ഈശോ കടന്നാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന ചില ചിന്തകളെയും വികാരങ്ങളെയും ആകുലതകളെയും ഒക്കെ മാറ്റാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് അവിടെ നന്മ ഈശോ കടന്നു വരിക. എനിക്ക് ഈശോയും ആവശ്യമാണ്, ഒപ്പം തന്നെ എൻ്റെ ചില സ്വകാര്യതകളെയും എനിക്ക് ആവശ്യമാണ്. എൻ്റെ ഇഷ്ടങ്ങളും ചിന്തകളും ഒക്കെ എന്നെ ഒരുപാട് തലലുപ്പിക്കുന്ന സ്വപ്നങ്ങളാക്കി മാറ്റുമ്പോൾ അവിടേക്ക് ഈശോ കടന്നു വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈശോ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, നിൻ്റെ ഭവനത്തിലേക്ക് ഈശോയുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇടം കൊടുക്കുവാനുള്ള നന്മയുണ്ടാവട്ടെ. ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന എൻ്റെ സ്വകാര്യതകളെയും സ്വാർത്ഥമായ മോഹങ്ങളെയും പുറത്താരോടും വെളിപ്പെടുത്താത്ത എൻ്റെ എല്ലാ ചിന്താഗതികളെയും മനസ്സിൽ നിന്ന് വിട്ടുപേക്ഷിച്ച് തൂത്തുവാരി വൃത്തിയാക്കി വയ്ക്കുമ്പോൾ അവിടെ നന്മ കടന്നു വരും. ഒരത്ഭുതം കൂടെയുണ്ട് കേട്ടോ. ഈശോ കടന്നു വന്ന ഭവനങ്ങളൊക്കെ അനുഗ്രഹം തന്നെയായിരുന്നു. ആ വ്യക്തിക്ക് മാത്രമല്ല, എല്ലാവർക്കും അനുഗ്രഹമായി. സക്കേവൂസിൻ്റെ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ആ ഭവനമാണ് അനുഗ്രഹിക്കപ്പെടുക. ഇന്ന് എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഈശോയും കൊണ്ട് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ഭവനം അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. തടസ്സങ്ങളും കുറവുകളും ഒക്കെ മാറുന്നുണ്ട്. പ്രാർത്ഥിക്കുക. ഒരു മുന്നറിയിപ്പ് കൂടെയുണ്ട് കേട്ടോ. ഒരിക്കൽ പോലും നാം ആരും ഈശോയ്ക്ക് കടത്താൻ തടസ്സമായി നിൽക്കരുതെന്നും. നിൻ്റെ ചിന്താഗതികളോ നിൻ്റെ ബലഹീനതകളോ ഒക്കെ പലപ്പോഴും തടസ്സമാണെന്ന് തോന്നുമ്പോഴും അവയെ ഉപേക്ഷിക്കുവാനുള്ള മനസ്സ് കാണിക്കാതിരിക്കുമ്പോൾ നിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരേണ്ട നന്മയ്ക്ക് കൂടെ തടസ്സമാകുന്നൊരു ഓർമ്മ നിനക്കുണ്ടാവണം നല്ലതായിരിക്കും. തടസ്സമാവാതെ ചാലകമായിട്ട് മാറാം. ഈശോയും കൊണ്ട് ഭവനത്തിലേക്ക് പോകാം. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അത് വീട്ടിൽ നിന്ന് കൂടുമ്പോഴുമൊക്കെ അവിടെ ഇന്ന് എൻ്റെ ജീവിതം അൾത്താരയായിട്ട് മാറാം. എൻ്റെ ഊട്ടുമുറി ഇന്ന് ബലിപീഠമായിട്ട് മാറുന്നുണ്ട്. എൻ്റെ വിരുന്നുമുറി അൾത്താരയായിട്ട് മാറുന്നുണ്ട്. എൻ്റെ കിടപ്പുമുറിയും ഒരു വലിയ ബലിയുടെ ഇടമായിട്ട് മാറ്റപ്പെടട്ടെ. ഈശോയുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ജീവിതമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ജപമാല മാസം അമ്മയുടെ കൂട്ടുപിടിക്കാം. എൻ്റെ ഭവനവും അനുഗ്രഹമാകട്ടെ എന്ന്, എൻ്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വരണമേ എന്ന്, പ്രിയപ്പെട്ട മകനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്ക് മാതാവിനോട് യാചിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.